ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കസ്റ്റമർ കംപ്ലൈന്റ്, അതായത് വണ്ടി ടൊയോട്ട ഇന്നോവ കേട്ടോ. കസ്റ്റമർ കംപ്ലൈന്റ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിന്ന് കാലിടുക, ഗിയറൊക്കെ മാറ്റി ക്ലച്ചിന് കാലിടുന്ന സമയത്ത് ടക് സൗണ്ട്. അതായത് ക്ലച്ചിന്ന് കാലിടുന്ന സമയത്താണ് സൗണ്ട്. പിന്നെ കുറച്ച് ഓടിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ, വണ്ടി ഒരു സ്മൂത്ത് ഇല്ലാത്ത പോലെയാണ് വണ്ടി ഓടുന്നത്. ആദ്യത്തെ പോലെയല്ല, ഒരു സ്മൂത്ത് ഇല്ലാത്ത പോലെ. അതൊക്കെയാണ് കസ്റ്റമർ കംപ്ലൈന്റ്. പിന്നെ വേറെ കംപ്ലൈന്റ്, ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ആട്ടം പോലെ. അതുകൊണ്ട് അത് സസ്പെൻഷൻ കംപ്ലൈന്റ് ആണ്. അതിന്റെ ലോറാമും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ക്ലച്ചിന്ന് കാലെടുക്കുമ്പോൾ കംപ്ലൈന്റ് എന്താ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ മാറ്റി ക്ലച്ചിന്ന് കാലെടുക്കുമ്പോൾ ടക്ക് സൗണ്ട്. പിന്നെ കുറച്ച് സ്പീഡ് കൂടുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ, വണ്ടിക്ക് ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത് ഇല്ല. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. അപ്പം അങ്ങനെ നമ്മൾ ഓടിച്ചു നോക്കിയ സമയത്ത് ഈ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൗണ്ടും ഒരു വൈബ്രേഷൻ പോലത്തെ സൗണ്ടല്ല, ഒരു സ്മൂത്ത് ഇല്ലാത്ത പോലെ. നേരെ നോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൊപ്പലർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഒലക്ക ഗിയർ ബോക്സ് നേരെ റിയറിലേക്ക് പോണ ആക്സിൽ ഉണ്ടല്ലോ, പ്രൊപ്പലർ ഷാഫ്റ്റ്, അതിന്റെ UJ ക്രോസ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് നല്ലപോലെ കംപ്ലൈന്റ് അതിന്റെ. അത് വെറുതെ ഇങ്ങനെ നമ്മൾ ക്ഷയിക്കുന്ന സമയത്ത് തന്നെ വെറുതെ കിടന്ന് ആടുകയാണ്. അതാണ് അത്രയും സൗണ്ടും ഒരു വൈബ്രേഷൻ. സാധാരണ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇത് ഇത്രയും വൈബ്രേഷൻ കാരണം അതിന്റെ നീഡിലും കാര്യങ്ങളും പോയിട്ട് നല്ലപോലെ ഷെയ്ക്ക് ഉണ്ട്. അപ്പൊ ആ ഷെയ്ക്ക് കാരണമാണ് അത്രയും ഒരു വൈബ്രേഷൻ സ്മൂത്ത് ഇല്ലാത്ത പോലെ കേട്ടോ. അപ്പൊ നേരെ അതിന്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ UJ ക്രോസ് മാറണം. UJ ക്രോസ് മാറുമ്പോൾ അതിൽ ഒരു 3 കേട്ടോ. ഇനോവയ്ക്ക് തന്നെ 3 ഉണ്ട്. ഫ്രണ്ടിൽ ഒന്ന്, അതിന്റെ സെന്ററിൽ ഒന്ന്, നേരെ ബാക്കിൽ ഒന്ന്. സാധാരണ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ 2 പോയിട്ടുണ്ട്. സാധാരണ മാറുമ്പോൾ എല്ലാം ഒന്നിച്ച് മാറാറുണ്ട്. അപ്പൊ ഇതിന് കസ്റ്റമർ ഇതിന് പോയത് മാത്രം മാറിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ പോയത് 2 മാറിയിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ടിലൊന്നും ബാക്കിൽ 1 മാറിയിട്ടുള്ളൂ. സാധാരണ അയക്കുമ്പോൾ നമ്മള് 3 മാറാണ് കേട്ടോ. പിന്നെ അത് പുതിയത് കയറ്റിയിട്ട് പിന്നെ കുറച്ച് ഓടി കഴിഞ്ഞാൽ പിന്നെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാധാരണ 3 മാറാറുണ്ട്. അപ്പൊ നമ്മൾ മാറുമ്പോൾ പ്രത്യേകം ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പനി വരുന്ന UJ ക്രോസ് പറഞ്ഞാൽ അതിൽ ഗ്രീസ് അടിക്കാൻ പറ്റില്ല. ഓൾറെഡി ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗ്രീസ് പോകുന്തോറും നമുക്ക് ഗ്രീസ് അടിക്കാൻ പറ്റില്ല. അത് ഗ്രീസ് പോയി കഴിഞ്ഞാൽ നീഡില് ഗ്യാപ്പ് വന്ന് അതിങ്ങനെ നീഡിലൊക്കെ പോയി പൊട്ടി തമരാറുണ്ട്. അപ്പൊ ഗ്രീസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇടയ്ക്കൊന്ന് കയറ്റി ഗ്രീസ് അടിച്ചാൽ അതിന്റെ ലൈഫ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ആ നീഡില് ഗ്രീസ് പോയി നീഡില് കാര്യങ്ങളൊന്നും പൊട്ടും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കൂടുതൽ ഓടിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് കമ്പനി വരുന്നത് ഗ്രീസ് അടിക്കാൻ പറ്റാത്ത ടൈപ്പാണ്. അതുകൊണ്ടാണ് അത് കുറെ കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം കേട്ടോ. അത് അങ്ങനെ ടയറിന് പെട്ടെന്ന് പോകാറൊന്നുമില്ല. അത് വെള്ളം കയറി എന്തെങ്കിലും നല്ലപോലെ റഫായിട്ട് ഓടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം പഴയ വണ്ടികൾക്ക് നമുക്ക് ഗ്രീസ് അടിക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ അപ്പൊ നമ്മൾ പുതിയ ഇടുമ്പോൾ സമയത്ത് ഗ്രീസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്, ഗ്രീസ് അടിക്കാൻ പറ്റാത്ത ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഗ്രീസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പാണോ. അപ്പൊ അതാകുമ്പോൾ ഗ്രീസ് അടിക്കാൻ പറ്റാത്ത ടൈപ്പ് ആകുമ്പോൾ അതിന്റെ ഉള്ളിൽ ഗ്രീസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മള് ഇടുന്ന സമയത്ത് കുറച്ച് ഗ്രീസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് നമുക്ക് കയറ്റുന്ന സമയത്ത് അതെല്ലാം കയറ്റി കുറച്ച് ഓടിക്കേണ്ട ഗ്രീസ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നീഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ലൈഫ് കുറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ രണ്ടാമത് കയറ്റുന്ന സമയത്ത് ഇടാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് ഗ്രീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലൈഫും കൂടുതലിട്ടും ആ ഗ്രീസ് പോയിട്ടില്ല, നീഡിലെ കംപ്ലൈന്റും വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗ്രീസ് അടിക്കുന്ന ടൈപ്പ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ UJ ക്രോസ് മാറ്റുന്ന സമയത്ത് ഗ്രീസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മള് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലൈഫും കൂടുതൽ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ആ ടൈപ്പ് പ്രൊപ്പലർ ഷാഫ്റ്റ് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അടിച്ചെടുക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഷാഫ്റ്റ് ഇത് അയച്ചു വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഈ ലാസ്റ്റ് എൻഡിലും അവിടുത്തെ എൻഡിലും ഇതാണ് UJ ക്രോസ് പോയില്ല കേട്ടോ. ഇവിടുത്തെ നീഡിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടുമോ അറിയില്ല കേട്ടോ, വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് വെറുതെ കൈകൊണ്ട് ഷെയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ വെറുതെ കാരണം പല്ലാടുന്ന പോലെ അങ്ങനെ ഷെയ്ക്കാവണം. കാണിച്ചിട്ട് കേട്ടോ, ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇത്രയും ഷെയ്ക്കാകൊണ്ടാണ് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ആ ഒരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്നത്. പിന്നെ അത് കൂടുതൽ സ്പീഡ് കറങ്ങുന്നതിനനുസരിച്ച് വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത നമ്മൾ UJ ക്രോസ് അയക്കാൻ പോകണം. അപ്പോൾ അയക്കണമെന്നുണ്ടെങ്കിൽ 4 ലോക്ക് ഉണ്ടായിരിക്കും. ഓരോ ക്രോസ് ഇതിൻ്റെ അവിടെയും ലോക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സർക്ലിപ്പ് ഉണ്ടായിരിക്കും. സർക്ലിപ്പ് അയച്ചെടുത്ത ശേഷം തട്ടിയിട്ട് വേണം അത് അയച്ചെടുക്കാൻ. അപ്പോൾ 4 സൈഡത്തെയും ലോക്ക് അഴിച്ച് മാറ്റണം. അതൊരു മൈനസ് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിയെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പോരും. അപ്പോൾ 4 ഉണ്ടായിരിക്കും. 4 തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് റെസ്റ്റോപ്പും കാര്യങ്ങളും അടിച്ചിട്ട് തട്ടിയെടുക്കണം.
അപ്പോൾ ലോക്കും കാര്യങ്ങൾ അഴിച്ചിട്ടുണ്ട്. എന്താ റസ്റ്റ് സ്റ്റോപ്പ് അടിക്കുകയാണ്. അപ്പോൾ തുരുമ്പും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ റസ്റ്റ് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് പോരുട്ടോ. അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോരുത്, അതുകൊണ്ടാണ് റസ്റ്റ് സ്റ്റോപ്പ് അടിക്കുന്നത്. അപ്പോൾ ലോക്കും കാര്യങ്ങളും അഴിച്ചെടുത്തു, റസ്റ്റ് സ്റ്റോപ്പ് അടിച്ചു. ഇതാ നമ്മളിതാ തട്ടിക്കൊടുത്ത് ഇവിടെ അങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് മേപ്പിട്ട് അങ്ങനെ പോരുട്ടോ. ആ കപ്പിലെല്ലാം അടിക്കണ്ടേ, അത് നേരെ പുറത്ത് അടിക്കണം കേട്ടോ. കപ്പിലടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോരില്ല. നേരെ പുറത്ത് ഇങ്ങനെ വെറുതെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ മേപ്പോട്ട് പോരും. അങ്ങനെ ഓരോ ഭാഗത്തും തട്ടിക്കൊടുത്ത് അയച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചിലത് പെട്ടെന്ന് പോരും, ചിലത് കുറച്ച് റിസ്ക്കാണ്. അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഒരെണ്ണം പോകുന്നുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കുക. ചിലത് പോരാൻ നല്ല ടൈം എടുക്കണം, ചിലത് പെട്ടെന്ന് പോരും. ഇതുപോലെ അടിച്ച് കഴിഞ്ഞാൽ അത് പോരും കേട്ടോ, മേപ്പെട്ടും പോരും. അപ്പോൾ പുതിയതൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീസ് അടിക്കല നിപ്പിൾ. ഇതുവഴിയാണ് ഗ്രീസ് അടിക്കേണ്ടത് കേട്ടോ. ഇതുവരെ ഗ്രീസ് അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് അടിച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് കൂടും. അപ്പോൾ പഴയ ക്രോസ് ഇതാണ്. ഇതുണ്ടോ, നീഡിലൊക്കെ പോയിട്ട് ഒരഞ്ഞ് അവിടെ തേയ്മാനം വന്നതാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും പ്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. പുതിയ കടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഗ്രീസൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടാണ്. ഇനി നേരെ അത് വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.